മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപര്യാപ്തതയിലെ തുറന്നു പറച്ചിലിൽ അന്വേഷണം. ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ച ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ ചേരുന്നുണ്ട്. മീര, അങ്ങനെ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്ത് നിന്നൊരു അന്വേഷണം ഉണ്ടാകാൻ പോകുന്നു, എന്തൊക്കെയാണ് വിശദാംശം? സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ളത്. നിലവിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ പത്മകുമാർ ബി, അതേപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ ജയകുമാർ TK, ഒപ്പം ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തന്നെ നെഫ്രോളജി വിഭാഗം മേധാവിയായിട്ടുള്ള ഡോക്ടർ ഗോമതി S, കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായിട്ടുള്ള ഡോക്ടർ രാജീവൻ എന്നിവരടങ്ങുന്ന 4 അംഗ സമിതിയാണ് സർക്കാർ നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും ഉടനടി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. ഈ ആരോപണം വിവിധങ്ങളായ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത്. ഗുരുതരമായുള്ള ആരോപണങ്ങൾ തന്നെയായിരുന്നു മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് മേധാവിയുടെ ഭാഗത്തു നിന്ന് വന്നത്. മാത്രമല്ല, ആദ്യം സമൂഹ മാധ്യമത്തിലൂടെ ആ ഒരു കാര്യം പറഞ്ഞുവെങ്കിലും പിന്നീട് മാധ്യമങ്ങളോടുൾപ്പെടെ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ് ചിറക്കൽ. എന്തായാലും ഇപ്പോൾ ഈ ഹാരിസ് ചിറക്കലിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഒരു 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അഖില, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപര്യാപ്തതയിലെ തുറന്നു പറച്ചിൽ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു മീര മനോഹരൻ.